നമ്മുടെ അപ്പം എൻ്റെ പാർട്ട് 2 തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തു, എന്നാൽ എൻ്റെ സ്പേസ് ഫിനിഷ് ആയതുകൊണ്ട് നിറച്ച് ഷൂട്ട് ചെയ്യുക. ഞാൻ അറിയാതെ ഓഫിങ് ഇതിൽ ക്ലിക്ക് ചെയ്ത് പോയി. എന്ത് ചെയ്യാനാ, ഒന്ന് പാർട്ട് 2 ആക്കി. ഇപ്പോൾ പാർട്ട് 2 വീഡിയോ ആണ് നടക്കുന്നത്. ഇത് കണ്ടോ, നല്ല അടുത്തൊന്ന് വൃത്തിയാ വരവി കുഴച്ച് കൊടുക്കാം. പിന്നെ ഒരു തുള്ളി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാത്തു മക്കളെ, ഇത്തിരി എണ്ണ കൊണ്ടുവരുമോ പ്ലീസ്? ഇതിലിത്തിരി എണ്ണ അടിച്ച് വാങ്ങിച്ചാ പ്ലീസ്. ഇതിൽ വാങ്ങിച്ചിട്ടാ ഒന്ന് ചോദിച്ചോ പ്ലീസ് അമ്മൂമ്മ, പ്ലീസ് അമ്മൂമ്മ. നമ്മുടെ മിണ്ടാതിരുന്നോളാം പ്ലീസ് അമ്മൂമ്മ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടോ പ്ലീസ് പ്ലീസ്. ചോര് മക്കളെ തരും. വേണ്ട, ആവശ്യമുണ്ട്. വെയിറ്റ് ചെയ്യും. എനിക്ക് ആ വാഴയ്ക്ക് വെച്ച് കൂട്ടാനുണ്ടായിരുന്നു. അപ്പം ഇനി എണ്ണ ഇത്തിരി ചൂടായിട്ട് വേണം നമുക്കിനി ഈ പൊരിക്കാനുള്ള ഈ മാമരടുത്ത് വിടാൻ വേണ്ടിയിട്ട്. ഇത്തിരി ചൂടായി വരുന്നുണ്ട്. ഇത്തിരി ചൂടാവുന്നുണ്ട്. പടപടാന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തെടുക്കണം. ഇതവൻ്റെ കാലാണ്. ഞാൻ കണ്ടപ്പോൾ വേറെ എന്തോന്നാണ് കരുതി. എണ്ണ വറ്റണേച്ചി പെട്ടെടുത്തിട്. എണ്ണ വറ്റൂല എന്ന് ഇവൻ അറിഞ്ഞിട്ടില്ല. കണ്ടോ, നമ്മുടെ കുക്കിങ് പോര് ഇങ്ങനെ നടന്നിട്ടേ ഇരിക്കുകയാണ്, കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പട്ടി വരുമെന്നുള്ളൊരു പേടി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ പട്ടികളൊക്കെ വരാറുള്ളതാണ്. എൻ്റെ കൈ ഇപ്പോൾ പൊള്ളി. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ അതിന് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ പൊരിനെ ഇട്ട് കൊടുത്തു. എത്ര എണ്ണം വാങ്ങിച്ചിട്ടാ മക്കളെ പ്ലീസ്? എത്ര ഉപ്പാണെങ്കിലും എടുത്തോ മക്കളെ. ഇപ്പം ഗൈസ് കണ്ടോ നടക്കുന്നത്, പൊരിയണില്ല, മാക്സിമം പൊരിയിട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം മസാലയിലൊക്കെ ഇങ്ങനെ തീപ്പട്ടി ഇവിടെ തപ്പട്ടി ഇവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പേപ്പട്ടി എന്നാണ് കേട്ടിരുന്നത്. സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലാണ് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ഇതുവരെയ്ക്കും കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല. ആദ്യമായിട്ട് ജീവിതത്തിൽ ഇട്ടതാണ്. ഇവിടെ നല്ല പൊരിയുന്നുണ്ടത്. അപ്പം നമ്മുടെ അപ്പം എങ്ങനെയൊക്കെയോ എൻ്റെ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കുറച്ച് എണ്ണ. മക്കളെ, ഇവിടെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നില്ലേ ഉണ്ണീസേ? ചേച്ചി സ്പൂൺ എടുത്തോ. ആ സ്പൂൺ മക്കളെടുത്തോ കേട്ടോ. ചേച്ചിക്ക് ഇത് വേണം. മിക്സ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. നല്ല മണമായിട്ട് പൊരിഞ്ഞിട്ടേ ഇരിക്കുകയാണ്. നല്ല പൊരിയുന്നുണ്ട്, കണ്ടാലേ മനസ്സിലാവുന്നുണ്ട്, നല്ല പൊരിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ചെറുതിനെയും കൂടെ ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് പൊരിയാൻ വേണ്ടിയിട്ടൊരു ട്രിക്കുണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ
അത് പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും. ഇത് ഇത്തിരി ഓയിലി ആയാൽ മാത്രമേ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന്. നീ ഇപ്പോൾ ഊതുമ്പോൾ ഇതെല്ലാം ഇതിലാണ് തെറിക്കുന്നതെന്നുള്ള ഇത് വേണം. ഇന്ന് തീപ്പെട്ടി തീരും. ആർക്കും അറിഞ്ഞൂടല്ലേ ഈ ചെറിയ തീപ്പെട്ടി നമ്മളെടുത്തത്? ആരൊക്കെ അറിയാം തന്നെ? അവൾക്ക് സത്യം തന്നെ പറഞ്ഞു. എല്ലാം പൊരിഞ്ഞു കിട്ടുന്നുണ്ട്.